ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഐറ്റംസ് കാണിക്കാൻ പോകുന്നതാണേ. ഒരു ഹോബി, അത് കുറേ എന്താണ് ഒരു സ്കൂൾ പഠിക്കുമ്പോൾ കോളേജ് പഠിക്കുമ്പോഴൊക്കെ അല്ലേ ഒരു ഇതാണ്, എല്ലാവർക്കും ഉണ്ടാവാം. ഒരു ചില സാധനം ശേഖരിച്ച് വെക്കലും അങ്ങനത്തെ എല്ലാം സംഭവങ്ങളെല്ലാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ കാണിക്കാവേ. ഞാൻ എൻ്റെ ഒരു ചെറിയ ഹോബീസ് ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം എല്ലാം അത് മാറ്റി വെച്ച്. അന്നേരത്തെ ഒരു ക്രേസ് വിട്ടിട്ടൊന്നുമില്ല, ബട്ട് ഇപ്പം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഫുൾ വീഡിയോ കാണുക, എന്നിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ ഡയറി. ഈ ഡയറീൻ്റെ കൊല്ലം നോക്കിക്കോ, 2011. അപ്പോൾ ഇത് ഭീമ ജ്വല്ലറീൻ്റെ ഇതില്ലേ, ആ ചെക്കൻ, അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്ത് വെച്ചിന്. അന്നത്തെ കാലത്തെ ഓരോരോ ക്രേസാണ്. അപ്പോൾ ഇത് 2011 ഡയറിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ ഹാപ്പി ന്യൂ ഇയറിൻ്റെ ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അന്ന് അല്ല, നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ഇതെല്ലാം എഴുതി വെക്കൂ. പിന്നെ കുറച്ച് തോട്ട്സ്, ഇത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു തോട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം വേറൊരു തോട്ട് എഴുതിയിട്ടുണ്ട്. ഇഷ്ടംപോലെ തോട്ടുകളാണ് ഓരോരോ ഇങ്ങനെ നമുക്ക് എന്നാണ് ഇഷ്ടപ്പെട്ടത്, അതായത് വേർഡ്സ്, അതല്ല ഫ്രേസസ്, അതെന്ന് പറഞ്ഞാൽ ഓരോരോ തോട്ട് എഴുതി വെച്ച്. ഇതിൻ്റെ അകത്ത് അധികം അതന്നെ ഉള്ളത്. ഓരോരോ പേജ് 95 എണ്ണം ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഭാവിയിൽ വെറുതെ ഇങ്ങനെ വായിച്ച് നോക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. മെമ്മറീസ് പോലെ, നൊസ്റ്റോ പോലെ. ഇതെല്ലാം അന്ധകാലം ഭയങ്കര ഇതാണ് ഇങ്ങനത്തെ വേർഡ്സ് എല്ലാം കിട്ടുമ്പോൾ. ഇപ്പത്തിന് നമ്മൾ ലൈഫ് ചേഞ്ചസ് ആകുമ്പം അതേപോലെ ഒരു മോറലെല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാം നല്ല എന്താണ് കിട്ടുമ്പോൾ എല്ലാം എഴുതി വെക്കും, അങ്ങനെയാണ് എല്ലാ സംഭവം. പിന്നെ ഇപ്പോഴത്തെ സൈഡിൽ കുറേ 50 എന്നൊക്കെ കാണുന്നില്ലേ, അത് കോയിൻ കളക്ഷൻ്റെ അതിൻ്റെ ഇയറും അതിൻ്റെ കൊല്ലത്തിൻ്റെ ഇതെല്ലാമാണ്, ഏത് കൊല്ലത്തെ കോയിനാണ് അതെല്ലാമാണ്. മുമ്പൊരു കോയിൻ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ. അപ്പോൾ അതാണത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷ് പേപ്പർ വരുത്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും കുക്കിങ്ങിൻ്റെ കുറേ റെസിപ്പീസിൻ്റെ ഇതാണ്. അതിങ്ങനെ മുറിച്ച് ഇങ്ങനെ കട്ടൗട്ടാക്കി ഇങ്ങനെ വെക്കലാണ്. ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ വരുത്തിക്കുന്നില്ല, ഉണ്ടെങ്കിലുണ്ടാവും. പേപ്പർ ദ ഹിന്ദുവിലാണ് വരലിൽ. സൺഡേസിൽ ഇങ്ങനെ ഓരോരോ ഇൻഗ്രീഡിയൻസ് ഓരോരോ ആൾ ഇതാക്കുന്ന ഇതാ ജ്യൂസ് മറ്റേതൊക്കെ ഉണ്ട് ഇൻഗ്രീഡിയൻസ്. അതെല്ലാം ഇപ്പൊക്കെ കുക്കിങ്ങിൻ്റെ ബുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, പണ്ടും കിട്ടും. പക്ഷെ ഞാൻ ഈ പേപ്പർ കട്ടൗട്ടാണ് എടുക്കൽ. പിന്നെ ഇപ്പം പിന്നെ നെറ്റ് യൂട്യൂബിലെല്ലാം നോക്കിയാൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണ് പലതരം ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന മെനി ചാനൽസ് ഉണ്ടല്ലോ, കുക്കിംഗ് ചാനൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇപ്പം നമ്മളൊരു ചാനൽ തുടങ്ങിയോണ്ട് നമുക്കും വേണം കുക്കിങ്ങിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാമല്ലോ. അത് ടൈപ്പാണ് സംഭവങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ ഹോബി, അന്നേരത്തെ ഹോബി. ഈ ഹോബി നിർത്തി വെച്ചിട്ടൊന്നുമില്ല, ഇനിയും തുടരും. പക്ഷെ തൽക്കാലത്തേക്കൊരു വിരാമം വേണമെന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിർത്തി വെച്ചേ ഉള്ളൂ. അപ്പം നിങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ ഹോബി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഇതിൻ്റെ പാർട്ട് 2 വേർഷൻ വരുന്നുണ്ട്. ഇതിപ്പം ഇതിൻ്റെ അകത്ത് മൊത്തം അങ്ങോട്ടേക്ക് കുക്കിങ്ങിൻ്റെ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഓരോരാൾക്ക് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാവും, ചില ആൾക്ക് ഇങ്ങനെ ഇങ്ങനെ ട്രാവൽ ആൻഡ് പ്ലേസസ് എല്ലാം പോയിട്ട് ഫോട്ടോഗ്രാഫിയിലായിരിക്കും ഇൻട്രസ്റ്റിങ്. അങ്ങനെ അത്രയും നമ്മൾ ചെറിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു ഡയറിയിലോ ഒരു ബുക്കിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഫോണിൽ ആക്കി വെച്ചാലും ഫോണിൽ നല്ല സ്റ്റോറേജ് സ്പേസും ഫോണിൻ്റെ കെയർ പോലെ ഇരിക്കും. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ വെക്കുന്നതായിരിക്കും നല്ലത്, സൂക്ഷിക്കാൻ പറ്റിയത്. എൻ്റെ ഒരു സജഷൻ, എൻ്റെ ഒരു ഇതാണ്. അല്ലാണ്ട് പിന്നെ വേറെ എവിടെയെങ്കിലും വെക്കാൻ ഇല്ല. ഫോട്ടോസെല്ലാം പിന്നെ എന്തായാലും ആൽബത്തിലല്ലേ ഉണ്ടാവുക. സ്റ്റാമ്പ് കളക്ഷനും ഒരു ആൽബം ബുക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് സ്റ്റാമ്പ് ഓരോരോ വെക്കാം സേഫായിട്ട്. വേറെ എന്തെങ്കിലും ചില പരിപാടീസ് ഉണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ അടിപൊളിയിലാക്കി നിൽക്കാം. ഇപ്പോൾ അധികം ഫോണിൽ സ്റ്റോറേജാണ്, സ്റ്റോറേജ് ഫുള്ളാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനെക്കാട്ടും ബെറ്റർ ഇങ്ങനെ കിതാബിലോ വേറെ ആൽബത്തിൻ്റെ അകത്തോ എങ്ങനെയായാലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം
കുറേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ട്. എനിക്കെന്നെ ഓർമ്മയില്ല. അപ്പോൾ ഞാനിത് എടുത്ത് നോക്കി, അപ്പം കണ്ടു സംഭവത്തിങ്. അപ്പോൾ ഒരു ചെറിയ കുട്ടി ബ്ലോഗാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹോബീസിനെ പറ്റിയിട്ടാണ് ഈ വ്ളോഗ്. ഈ വ്ളോഗിൻ്റെ പാർട്ട് 2 വേർഷൻ വരും. അപ്പോൾ ഇതെല്ലാവരും ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാവുമല്ലോ എന്തൊക്കെ ഉണ്ടാവും, കളക്ഷൻസും അങ്ങനത്തെ ഇതെല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ചിലയൊക്കെ ഡ്രസ്സ് കളക്ഷൻ ആയിരിക്കും, ഒരു ഷെൽഫ് നിറയെ ഉണ്ടാവും, ഓരോരോ കൊല്ലത്തെ പുതിയ പുതിയ ഡ്രസ്സിൻ്റെ എല്ലാ സംഭവങ്ങളെല്ലാം. അപ്പോൾ ഗായ്സ്, എനിക്കിപ്പം കാണിക്കാൻ കുറച്ചും കൂടി ഉണ്ട്, കുറച്ചും കൂടി ഉണ്ടാവും. അപ്പോൾ പിന്നെ ചിലയാക്കുന്നവരുണ്ട്, ഈ നമ്മളെ ഇതില്ലേ ഓരോരോ ഇല ബോട്ടണി കൂട്ടിട്ടുണ്ട്, ഓരോരോ ഇല ശേഖരിച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്, അങ്ങനത്തെ എല്ലാം ഉണ്ട്. പല ടൈപ്പ് ശേഖരണമാണ്. അപ്പോൾ ഗായ്സ്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇതുണ്ടാകുമ്പം ഭാവിയിൽ നമ്മളെ മക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കുക ഇങ്ങനത്തെ എല്ലാം ശീലങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ ഗായ്സ്, ഇനി ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബായ്.